MSF സംസ്ഥാന പ്രസിഡന്റിന്റെ ഇന്നലത്തെ മുഴുവൻ പ്രസ് മീറ്റിന്റെ ഇടയിൽ വന്നൊരു ചെറിയ വാക്ക് കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാം. ജമാഅത്ത് ഇസ്ലാമി ഒരു വർഗീയ സംഘടനയല്ല, അവരൊരു വർഗീയ സംഘടനയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ക്ലീൻ ചിറ്റാണ് കൊടുത്തത് MSF സംസ്ഥാന പ്രസിഡന്റ്. രാജ്യത്തിലെ RSSനെ വർഗീയവാദികളെന്ന് ഞങ്ങൾ വിളിക്കുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും പോലീസോ പട്ടാളോ അവരെ ഐഡന്റിഫൈ ചെയ്തതിന്റെ ഭാഗമായാണോ? അവർ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു. RSS, ജമാഅത്ത് ഇസ്ലാമി മൗദൂദിസ്റ്റ് ആശയങ്ങളുടെ ഭാഗമായി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു. അതുകൊണ്ടാണ് അവർ വർഗീയവാദികളായത്. അവരെന്താണ്? അവർ വർഗീയവാദികളാണ്. അത് ഏതെങ്കിലും ഏജൻസി ഐഡന്റിഫൈ ചെയ്തതിന്റെ ഭാഗമായില്ല, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കണ്ടെത്തലാണ്. MSFന്റെ ജനറൽ ബോഡിയിൽ MSF പറയുന്ന രാഷ്ട്രീയം അവർ പൊതുവേദിയിൽ പറയാറില്ല. നിങ്ങൾ നോക്കിയാൽ മതി ക്യാമ്പസിലേക്ക്. കാരണം ഇപ്പോൾ ക്യാമ്പസിൽ പോയി ജനറൽ ബോഡി പറയുന്ന രാഷ്ട്രീയം പുതിയ കാലത്തെ ക്യാമ്പസിൽ വിദ്യാർത്ഥികളോട് പറഞ്ഞാൽ അപ്പോൾ വടിവെട്ടി അടിച്ച് ഓടിക്കും. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ പുതിയ കാലത്തെ ക്യാമ്പസിൽ പോയിട്ട് MSF ജനറൽ ബോഡി പറയുന്ന രാഷ്ട്രീയം പറഞ്ഞാൽ അപ്പോൾ വടിവെട്ടി അടിച്ച് ഓടിക്കും. ആ പേടി MSFനുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിശ്ചിതമായ വിമർശനം ഉയർത്തിയിരുന്ന ഒരു മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനകൾക്കും ഇതേ നിലപാട് തന്നെയായിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ കോൺഗ്രസ് മൃദുഹിന്ദുത്വ പാതയിലേക്ക് നീങ്ങിയതുപോലെ ലീഗും രാഷ്ട്രീയ പാതയിൽ വ്യതിചലിക്കുന്ന പല കാഴ്ചകളും നാം കണ്ടു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിയ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടിനെ ഡയറക്ട്ലി എതിർക്കാത്ത മുസ്ലിം ലീഗിനെ നാം മറന്നിട്ടൊന്നുമില്ല. ഇന്ന് ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നത് രാഷ്ട്രീയ വിമർശനത്തെ ആ തരത്തിൽ ഉൾക്കൊള്ളാനാകാത്ത MSFന്റെ പല പ്രതികരണങ്ങൾക്ക് ശേഷമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നാവായി മാറുന്ന MSFനെ കുറിച്ചും ആ സംഘടനയുടെ വിദ്യാർത്ഥികൾക്കിടയിലെ ഇടപെടലിനെ കുറിച്ചുമാണ് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് വിമർശനം ഉന്നയിച്ചത്. അത്തരത്തിലെ രാഷ്ട്രീയ വിമർശനത്തെ ഉൾക്കൊള്ളാനാകാതെ MSF സംസ്ഥാന പ്രസിഡന്റിന് ഹാലിളകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. മറുപടി ഇല്ലാതെ വരുമ്പോൾ ഇത്തരം തരം താണ തന്ത്രപ്രയോഗങ്ങളുമായി രംഗത്തെത്തുന്നത് MSFന്റെ പണ്ട് മുതലുള്ള രീതിയാണെന്നിരിക്കെ ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിക്കുന്ന ഭാഷാപ്രയോഗം വരെ എടുത്ത് പ്രയോഗിക്കുകയാണ് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്. SFI ഇടത് ഹിന്ദുത്വയുടെ പ്രചാരകനായി മാറുകയാണെന്ന് പറഞ്ഞ നവാസ് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിനെതിരെ അധിക്ഷേപ പരാമർശം നടത്താനും മറന്നില്ല. കള്ളപ്രചാരണങ്ങളും ചാപ്പകുത്തലുമായി ഇറങ്ങിത്തിരിച്ച MSF SFIക്ക് സംഘിച്ചാപ്പയും കുത്തി നൽകി. PK നവാസും MSFും മുസ്ലിം ലീഗ് നേതാക്കളുമെല്ലാം കൂടി ആരെയാണ് വിഡ്ഢിയാക്കാൻ നോക്കുന്നത്? അവരുടെ ആ അജണ്ടയ്ക്ക് കുട പിടിച്ചു കൊടുക്കുന്ന പല മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ലക്ഷ്യം എന്താണ്? എതിർ സ്ഥാനത്തുള്ളത് SFI ആയതുകൊണ്ട് കൂടിയാണത്. SFIക്ക് വോട്ട് ചെയ്താൽ നരകത്തിലെ വിറകുകൊള്ളിയാകുമെന്ന് പറഞ്ഞ് ക്യാമ്പസുകളിൽ കയറി ഇറങ്ങുന്ന MSFനെ കുറിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. PS സഞ്ജീവ് ഉയർത്തിയ വിമർശനങ്ങളിലെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും കൃത്യമായ ധാരണയുമുണ്ട്. MSF നടത്തുന്ന ഇത്തരം കള്ളപ്രചാരങ്ങൾക്കെതിരെ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവും പ്രസിഡന്റ് M ശിവപ്രസാദും കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. മതരാഷ്ട്രവാദം ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമി ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ വിഭജിക്കുകയാണെന്നും ആ നിലപാടിനൊപ്പം MSF നീങ്ങുകയാണെന്നും PS സഞ്ജീവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ പേരിലാണ് SFI ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്ന MSFന്റെ ആരോപണങ്ങളെയും പൂർണ്ണമായും SFI തള്ളി. കൃത്യമായ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് SFI സംസാരിച്ചതെന്ന് PS സഞ്ജീവ് വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നുകയറാനുള്ള വർഗീയ ശക്തികളുടെ ശ്രമങ്ങളെ കൃത്യമായി തുറന്നുകാട്ടിയാണ് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദും സംസാരിച്ചത്. വിദ്യാർത്ഥികൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുന്നതിൽ പ്രധാനി MSF ആണെന്ന് ശിവപ്രസാദ് തുറന്നടിച്ചു. MSF സംസാരിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഷയിലാണെന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം പേർന്നവരായി അവർ മാറിയെന്നും പറഞ്ഞു. വിദ്യാർത്ഥി പ്രസ്ഥാനം വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ മതം പറഞ്ഞ് വർഗീയവാദം പരത്തുകയല്ല വേണ്ടതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. MSF വിദ്യാർത്ഥികൾക്കിടയിൽ എന്താണ് ചെയ്യുന്നതെന്ന യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞാൽ SFIയെ അങ്ങ് ആക്രമിച്ചു കളയാമെന്ന ധാരണയാണ് ലീഗിനും MSFനും. കേരളത്തിലെ വലതുപക്ഷത്തിന് തണലെടുക്കുന്ന മാധ്യമങ്ങളുടെ പിന്തുണയും അവർ അതിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തോടെ നടത്തിയ ഒരു രാഷ്ട്രീയ വിമർശനത്തെ ഉൾക്കൊള്ളാൻ പോലും ആകാത്ത MSF ആണ് വിദ്യാർത്ഥികൾക്കിടയിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന SFIക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ RSSന്റെ അതേ രീതിയിൽ പ്രതികരിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയുടെ നാവായി മാറുന്നതുമായ MSFനെ ജനങ്ങളും വിദ്യാർത്ഥികളും ഒരുപോലെ തിരിച്ചറിയുമെന്നതിൽ ഒരു സംശയവുമില്ല. വിദ്യാർത്ഥികളുടെ ചെവിയിൽ പോയി രാഷ്ട്രീയം പറയുന്ന നിലപാട് SFIക്കില്ല. പറയാനുള്ളത് കൃത്യമായും വ്യക്തമായും മുഖത്തു നോക്കി തന്നെ പറയും.